കള്ള് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയുമോ എന്ന ചോദ്യത്തിനുള്ള ആൻസർ ചെയ്യാം. അതിനായിട്ട് ആദ്യം കള്ള് കുടിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ സാധനമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതിനെ നോക്കാം. നിങ്ങളുടെ മെറ്റബോളിസമാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ ആൽക്കഹോളിനെ ബേൺ ചെയ്തതിന് ശേഷം മാത്രമേ ബോഡി ഫാറ്റിനെ ബേൺ ചെയ്യുള്ളൂ. അപ്പം നിങ്ങളുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് അവിടെ സ്ലോ ഡൗൺ ആകുക, ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഹൈ കലോറി ആയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിയർ ആൻഡ് റമ്മ് തുടങ്ങിയതെല്ലാം കലോറി നോർമലി ഉള്ളതിനേക്കാൾ കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ്, എക്സ്ട്രാ കലോറി അവിടെ ബേൺ ചെയ്യണം. ഇനി ടെസ്റ്റോസ്റ്റിറോൺ, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ എല്ലാ നെർവ്സ്, നിങ്ങളുടെ എല്ലാ സിസ്റ്റവും കംപ്ലീറ്റ്ലി ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലോ ആവും. അതേപോലെ നിങ്ങളുടെ പ്രോട്ടീൻ സിന്തസിസ്, നിങ്ങൾ എത്രത്തോളം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ കംപ്ലീറ്റ്ലി ബോഡി അബ്സോർബ് ചെയ്യാണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റിക്കവറി നിങ്ങളുടെ ബോഡിക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ ചില ആൾക്കാരുണ്ടാവും, ഇത് എന്തെങ്കിലും ആവട്ടെ, എനിക്കിത് കഴിച്ചേ പറ്റൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് കഴിക്കും? എങ്ങനെ പോയാലും ബിഗ് നോയാണ് ബിയറിന്. ബിയർ എന്ന് പറയുന്നത് ഹൈ കലോറിയാണ്, അതിൽ ആഡഡ് ഷുഗേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അടുത്തത് റമ്മ് ഇതേ അവസ്ഥയാണ്. ബിയറിൻ്റെ അത്ര ഇല്ലെങ്കിലും എന്നാൽ മറ്റുള്ളതിനേക്കാൾ കൂടുതലാണ്. ഇനി വരുന്നതാണ് ബ്രാൻഡി ആൻഡ് വിസ്കി. ഇപ്പം ബ്രാൻഡി വിസ്കിയേക്കാൾ കലോറി കൂടുതലാണ്, എന്നാൽ റമ്മിനേക്കാൾ കുറവാണ്. ഇതൊന്നും പോരാത്തതിന് ചില ആൾക്കാർ ഇത് കൺസ്യൂം ചെയ്യുന്ന രീതിയാണ്. തേനൊഴിക്കുക, അതേപോലെ ഈ കോള, സോഫ്റ്റ് ഡ്രിങ്ക്സിലെ ഒരുപാട് ഷുഗറും കലോറീസും ഹൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് പുറമെയാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കഴിക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്തായി കലോറി ഹൈ ആവും. കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് വരുന്നത് വിസ്കി ആയിരിക്കും. പക്ഷേ അതും ലിമിറ്റ് വെച്ച് മാത്രം ചെയ്യുക. ഇതൊരു ആൽക്കഹോൾ പ്രൊമോഷൻ അല്ല, ഞാൻ കഴിച്ചേ അടങ്ങൂ എന്നുള്ളവർക്കുള്ള വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റായി ഫോളോ മീ.